കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. മത്തായി എഴുതിയ സുവിശേഷം 6:22 ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചെവുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് വരികിലും നമ്മിൽ പലർക്കും, പ്രത്യേകിച്ച് എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എടുത്താലും, കണ്ണിലെ കേടും നമ്മുടെ കാഴ്ച പ്രത്യേകിച്ചും മറ്റുള്ള ഇടങ്ങളിലേക്കാണ്. നമ്മുടെ വീടും വീടിൻ്റെ വളപ്പും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അതല്ല, നമ്മുടെ പുറമേ ഉള്ള ആളുകളും മറ്റുള്ളവരുടെ അഭിവൃദ്ധി വേഗം കാണും, അവരുടെ ഉയർച്ച വേഗം കാണും, അവരുടെ മക്കള് പഠിക്കുന്ന ഇടം അതിനെക്കുറിച്ച് വിലയിരുത്തും, അവർക്ക് കിട്ടുന്ന നല്ല ജോലിയും ഉന്നതമായ സ്ഥാനങ്ങളും നമ്മൾ വിലയിരുത്തും, അവർക്കുള്ളതായ പറമ്പും അവരുടേതായ നല്ല കെട്ടിടങ്ങളും നോക്കി നിൽക്കുകയും അതിനെക്കുറിച്ച് ഇവാലുവേഷൻ നടത്തുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എവരി ഡീറ്റെയിൽ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണ് അവരിൽ തന്നെ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അസൂയയും വരും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പറ്റുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആക്ച്വലി യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12-13 വാക്യം അനുസരിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായവർ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അത് വീണു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:31 നിങ്ങളൊന്ന് വായിച്ചു. അവിടെ ഒരു സിമിയൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ, യേശു കർത്താവ് ഒരു 8-ാം നാളിൽ വന്നതാണ്. കൊച്ചു കുഞ്ഞ് 8 ദിവസമേ ഉള്ള പ്രായം, കയ്യിലെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഇറങ്ങി വന്നവനായ, ദൈവം അയച്ചവനായ ഈ മഹത്തായ രക്ഷ എൻ്റെ ഈ കണ്ണ് കണ്ടുവല്ലോ, ഇനിയും ഞാൻ ജീവിച്ചിരിക്കണ്ട, എനിക്ക് പോകണം, എനിക്ക് ആ രക്ഷകനെ കാണാൻ സാധിച്ചല്ലോ സന്തോഷം പറയുന്നത്. നോക്കുക ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഒന്നാമത് നമ്മുടെ രക്ഷയെ കണ്ടെത്തുവാൻ കഴിയും. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച അവസ്ഥയിൽ വരണം. നമ്മൾ പള്ളിയിൽ പോകുന്നവരാകാം, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാകാം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല പാരമ്പര്യവും ജാതി ശ്രേഷ്ഠതയും എല്ലാം കാണും. പക്ഷെ അതൊന്നുമല്ല ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. പുത്രനിലല്ലാതെ വേറൊരു രക്ഷകനില്ല. ആ യേശുവിനെ വ്യക്തിപരമായിട്ട് അറിയണം. യേശുവിനെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം, കാണണം. നമ്മുടെ ഹൃദയം കൊണ്ട് ഹൃദയദൃഷ്ടിയാൽ കാണണം. യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് പാപം ചുമന്നുകൊണ്ട്, നമ്മുടെ എല്ലാം പാപം ചുമന്നുകൊണ്ട് കുരിശിൽ കയറിയത്. അവൻ്റെ അടിപ്പണരാലാണ് നമുക്ക് സൗഖ്യമത്. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ആ കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അയൽവക്കത്തുള്ളവരും ചുറ്റുപാടുള്ളവരും അവരെന്തായി, അവർ അമേരിക്കയിലാണ് അവരുടെ മക്കൾ, അല്ലെങ്കിൽ ഇവരെ വലിയ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് എന്നൊന്നും പറഞ്ഞാലല്ല കാര്യം. അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവരുടെ ഉള്ളിൽ രക്ഷയുടെ സന്തോഷം എപ്പോഴും ഉണ്ടാകും. മനസ്സിലായ അത് നമുക്ക് ബലമാകും. നെഹമ്യാവ് പറയുന്നത്, കർത്താവിലുള്ള സന്തോഷം എനിക്ക് ബലമെന്നാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, കർത്താവിന് സന്തോഷിപ്പിൻ, അതിനാണ് കാര്യം എന്ന്. ആ ലേഖനം മുഴുവനും കർത്താവിലുള്ള സന്തോഷം. കാരണം എന്താ? യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയതിലുള്ള സന്തോഷമാണ്. അപ്പൊ ആ കാഴ്ചയാണ് നമുക്ക് എത്രയും മുന്തിയത്. ഇനി ഭൗതികമായ, രണ്ടാമത് ഭൗതിക, അത് ആത്മീയ സന്തോഷം. എന്നാൽ ഭൗതികമായ സന്തോഷവും ഉണ്ട്. അതിനുള്ള കാരണം പറഞ്ഞുതരാം ഞാൻ. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നമ്മൾ, യേശുവിനെ കണ്ടെത്തിയ നമ്മൾ ആരും മോശമാകുന്നില്ല. ഭൗതികമായിട്ട് ഒരിക്കലും മോശമാകുന്നില്ല.
നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ കാണണം. നമ്മൾ വളർത്തപ്പെട്ടത് അതിനുശേഷം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ബുദ്ധി കൊടുത്ത് നല്ല നിലയിൽ എത്തിച്ചിരിക്കുന്നത്, നല്ല നല്ല സ്ഥാനങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് ലഭിച്ച വീടിനെ ഓർത്ത്, നമ്മുടെ ഭവനം അനുമാനം ഓർത്ത്, ഭാര്യ, മക്കള്, മറ്റോ ഓരോ ആളുകൾ എല്ലാവരെയും കുറിച്ച് ദൈവം നടത്തുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ്. അത് നമുക്ക് കാണാനുള്ള കാഴ്ച വേണം. നമുക്ക് ഭൗതികമായിട്ടുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങളെ കാണാൻ ഉള്ള കണ്ണുകൾ അത് കർത്താവാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണമല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്ത വീടല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്ത പത്രാസുകളൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർത്ത് നന്ദി കൊണ്ട് നിറയണം. 103-ാം സങ്കീർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഉപകാരങ്ങളും നമ്മുടെ കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയും. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു കണക്കെടുപ്പ്, ഒരു ഇൻവെന്ററി നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് ഒരു പാട്ടുകാരൻ്റെ ഒരു ശീലം ഞാൻ പറയട്ടെ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ എന്നാണ്. അനുഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് ലിസ്റ്റ് ചെയ്യുകയും കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. മനസ്സിലായോ? അതാണ് വേണം. നമുക്ക് ലഭിച്ചിരിക്കുന്നവയെ നമുക്ക് കാണാൻ കഴിയണം. അത് കണ്ട് അതിൽ സന്തോഷിക്കാൻ കഴിയും. നമ്മുടെ കണ്ണ് ചെവുള്ളതെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിത്തീരും. ആ രക്ഷയുടെ സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതിനാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. ആ കാഴ്ചയാണ് വേണ്ടത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10:51 ഒരു കുടം വന്നിട്ട് യേശു കർത്താവിനോട്, എനിക്ക് കാഴ്ച പ്രാപിക്കണം കർത്താവേ എന്ന് പറഞ്ഞു. ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം, എൻ്റെ കണ്ണ് കാണണം എന്ന്. അതേപോലെ തികഞ്ഞ ആത്മാർത്ഥമായി നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ കണ്ണും കാണണം, ഇവയൊക്കെ കാണണം, ഒന്ന് ചെയ്തു തന്നിരിക്കുന്നതെല്ലാം കാണണം, അനുഗ്രഹങ്ങളെല്ലാം കാണണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.